തലസ്ഥാനത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും ഡിജിപിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അക്രമങ്ങൾ തടയാൻ ശക്തമായ നടപടി കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. ബിജെപി സംസ്ഥാന അധ്യക്ഷനും ആർഎസ്എസ് സംസ്ഥാന മേധാവിയുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. വിവരങ്ങളുമായി കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, വിശദാംശങ്ങൾ. അഞ്ജു, അല്പം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഗവർണർ പി സദാശിവവുമായി കൂടിക്കാഴ്ച നടത്തിയത്. തലസ്ഥാന നഗരിയിലെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് ആരായുന്നതിനായിരുന്നു ഗവർണർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യത്തിൽ തലസ്ഥാന നഗരിയിൽ നടന്ന കൊലപാതകത്തിന്റെയും ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇതുവരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഗവർണറോട് വിശദീകരിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് അദ്ദേഹം ഗവർണറെ ധരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള അക്രമം ഉണ്ടായാലും ശക്തമായ നടപടി സ്വീകരിക്കും, മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനുമായും ആർഎസ്എസ് ചീഫുമായും താൻ കൂടിക്കാഴ്ച നടത്തുമെന്നും മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട്. പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനുമായും സംസാരിച്ചു. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായും അദ്ദേഹം ടെലിഫോണിൽ സംസാരിക്കുകയുണ്ടായി. ബിജെപി കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ചും ഗവർണർ വിശദമായി ചോദിച്ചറിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായും ഗവർണർ സംസാരിക്കുകയുണ്ടായി. സർക്കാർ സ്വീകരിച്ച നടപടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ വിശദീകരിച്ചതായും വ്യക്തമാക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും ഡിജിപിയും ഗവർണറെ കണ്ടു. ഗവർണറുമായി തലസ്ഥാന നഗരിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. ശക്തമായ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത്. 3 ദിവസം തലസ്ഥാന നഗരിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതോടൊപ്പം തന്നെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. അഞ്ജു, ശരി, വ്യക്തമാണ്. തലസ്ഥാനത്തെ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും ഡിജിപിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് കെ ജി ദിനകർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് കൊലപാതകത്തിന് ഇടയാക്കിയതെന്നും പിടിയിലായ പ്രതികളുടെ മൊഴി. കൊല്ലപ്പെട്ട രാജേഷ് പല കേസുകളിലും തങ്ങളെ കുടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മണിക്കുട്ടന്റെ ബന്ധു വീടിനു നേരെ കൊല്ലപ്പെട്ട രാജേഷിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയിരുന്നുവെന്നും പ്രതികളുടെ മൊഴിയുണ്ട്. ഈ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. സുനിൽ അരമാനൂർ എന്തായാലും വളരെ നിർണായകമായ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുനിൽ അരമാനൂർ തന്നെ ചേരുകയാണ്. സുനിൽ, കൃത്യമായി ഒരുപക്ഷെ സിപിഎമ്മിനു നേരെ ചില ആരോപണങ്ങളാണ് ആദ്യം മുതൽക്കേ തന്നെ ഉന്നയിച്ചിരുന്നത്. അതിനെല്ലാം ഒരു മറുപടി എന്നോണം ഇപ്പോൾ പ്രതികളുടെ തന്നെ മൊഴി വന്നിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അഞ്ജു, ശ്രീകാര്യത്ത് RSS കാര്യവാഹ് രാജേഷ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് 7 പേരെയാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത്. ഈ 7 പേരെ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഇവർ വ്യക്തമാക്കിയത്. അതായത് ഈ രാജേഷിന്റെ മരണമൊഴിയിൽ തന്നെ മണിക്കുട്ടനാണ് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്ന് മൊഴി നൽകിയിരുന്നു. അതുപോലെ മണിക്കുട്ടന്റെ സുഹൃത്തുക്കളും അയൽവാസികളും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും അന്ന് ഈ മരണമൊഴിയിൽ രാജേഷ് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വെച്ചാണ് ഇന്ന് ഈ കസ്റ്റഡിയിലായവരെ ചോദ്യം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഈ രാജേഷ് പലതവണ പല പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുമായി ഏറ്റുമുട്ടലിന്റെ ഒരു വക്കിൽ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കലാശിച്ചതെന്നാണ് മണിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത്. മണിക്കുട്ടന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. അത് RSS പ്രവർത്തകരാണ് ആക്രമണം നടത്തിയിരുന്നത്. അതിന് മുൻപിൽ നിന്നത് രാജേഷ് ആണ്. ഇതിന്റെ പ്രതികാരമായി രാജേഷിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ തിരിച്ചും ആക്രമണം നടത്തിയിരുന്നുവെന്നും അതിന് എതിരെ കേസ് കൊടുക്കാനായി രാജേഷ് തന്നെ ആ ബന്ധുവായ സ്ത്രീയോട് ആവശ്യപ്പെടുകയും ആ ബന്ധുവിന് പരാതി എഴുതി നൽകിയത് രാജേഷാണ്. അത്തരത്തിൽ പരാതി എഴുതി നൽകുകയും തങ്ങൾക്ക്, അതായത് മണിക്കുട്ടനും കൂട്ടാളികൾക്കും എതിരെ കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് രാജേഷാണ്. അങ്ങനെ ഒരു തരത്തിലും തങ്ങളുടെ
പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടലും എതിർപ്പും ആക്രമണവുമൊക്കെ രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രാജേഷിനെ ആക്രമിക്കാനായി പ്ലാൻ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ ഈ ഒരു സമയവും തെരഞ്ഞെടുത്തു എന്നും ഇപ്പോൾ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം തന്നെ കൊലപാതകം നടത്താനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് 3 ബൈക്കുകളിലായിട്ടാണ് എത്തിയത്. 11 പേരാണ് ഉണ്ടായിരുന്നത് എന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ 7 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് പിടിയിലായതും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയതും. മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടും എന്നാണ് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ഗുണ്ട ആക്ട് ശക്തമായി നടപ്പാക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ ഗുണ്ടാ വിരുദ്ധ സ്ക്വാഡ് ആക്റ്റീവാക്കാനുള്ള നിർദ്ദേശവും പോലീസിന് നൽകി കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്ത് ഹർത്താലുമായി അവസാന മണിക്കൂറുകളിലേക്ക് BJP പോകുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അക്രമങ്ങൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായി അന്വേഷണ സംഘം പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടെത്തി കാര്യങ്ങൾ ആരായാനും ശ്രീകാര്യം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. മൃതദേഹം ശ്രീകാര്യത്തെ വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീകാര്യത്തേക്ക് വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. ശക്തമായിട്ടുള്ള പോലീസ് സുരക്ഷയാണ് ശ്രീകാര്യത്തും പരിസര പ്രദേശത്തും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തലസ്ഥാനത്ത് അടുത്ത മാസം 2-ാം തീയതി വരെ പോലീസ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും അതുപോലെ ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിന് ഇവരെയും കൊണ്ട് തെളിവെടുപ്പിന് പോകേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അത്തരം നടപടികളിലേക്ക് പിന്നീട് കടക്കുമെന്നും മറ്റ് പ്രതികളെ കൂടെ പിടിച്ച ശേഷം മാത്രമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ വീണ്ടും ആവർത്തിക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാരണം വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ കൊലപ്പെടുത്തിയത്. ഞങ്ങൾ 11 പേരായിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ഈ പിടിയിലായവർ പോലീസിനോട് മൊഴി നൽകിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. സുനിൽ അർമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. രാജേഷിന്റെ കൊലപാതകത്തിൽ CPIM-ന് പങ്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യപ്രതി മണിക്കുട്ടന് CPI-യുമായി ബന്ധമില്ലെന്നും കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. പ്രാദേശിക പ്രശ്നം സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയായിരുന്നുവെന്നും കൊലപാതകികളെ ഇതിനകം തന്നെ പിടികൂടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദിവസം തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ CPIM-ന് പങ്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട രാജേഷും പ്രതിയായ മണിക്കുട്ടനും തമ്മിൽ 2 കേസുകൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മുൻപ് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. പിടിയിലായ മണിക്കുട്ടൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണികണ്ഠനാണെങ്കിൽ CPM-യുമായി ബന്ധമുള്ള ഒരാളല്ല. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വിവിധ കേസുകളിൽ ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പല കേസുകളിലും പ്രതിയാണ്. ശ്രീകാര്യത്ത് നടന്നത് CPIM BJP സംഘർഷമല്ല. എന്നാൽ ഈ പ്രാദേശിക വിഷയം ഉയർത്തി BJP നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് CPM-ന്റെ മേലെ കെട്ടിവെച്ച് CPM നടത്തിയൊരു കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ ഹർത്താൽ സംഘടിപ്പിക്കാനും നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് RSS BJP നേതൃത്വം ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഉപവാസ സമരത്തെയും കോടിയേരി പരിഹസിച്ചു. ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് പക്ഷേ ഈ പെട്ടെന്നുള്ള ഹർത്താലായതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെന്നുപെട്ട സ്ഥലം ഉച്ചഭക്ഷണം കിട്ടാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവരും ഒരു നിരാഹാരം നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീകാര്യത്ത് BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം കസ്റ്റഡിയിലായതായി DGP ലോക്നാഥ് ബെഹ്റ.
മറ്റുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗുണ്ടാ സ്ക്വാഡ് പുനരുജ്ജീവിപ്പിക്കുമെന്നും DGP തിരുവനന്തപുരത്ത് പറഞ്ഞു. എൻ്റെ അറിവ് ഒരു പ്രതി ബാക്കിയുണ്ടോ? ബാക്കി ആൾക്കാർക്ക് കിട്ടിയോ? പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ വിൽ ടെൽ us how many who are really involved. But it is very preliminary stage. ഇപ്പോൾ ആൾക്കാരെ കിട്ടി, ദാറ്റ്സ് ഗുഡ്. സി ദർ ആർ അപ്പോൾ പറയുന്ന വ്യക്തികൾ അവരുടെ തമ്മിൽ എന്താ പ്രശ്നങ്ങളോ 2-3 വർഷമായിട്ട് നടക്കുന്നുണ്ടോ? സംബഡി സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോഗേഷൻ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. നോ, സി വാട്ട് ഹാപ്പൻ, ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളിലെ എല്ലാ പ്രതികളൊക്കെ ഞങ്ങൾ പിടിച്ചു, ഓൾമോസ്റ്റ് പിടിച്ചു. കുറച്ച് 1-2 ആൾക്കാർ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞായിരുന്നു വി വിൽ ബി എക്സ്ട്രീംലി ഇംപാർഷ്യൽ. ഞാൻ ഒരു റൂളിംഗ് ആളാണോ മറ്റേ ഓപ്പോസിഷനാണോ അതൊന്നും ഞങ്ങൾ നോക്കില്ല. ക്രിമിനൽ ആക്ട് ഈസ് ക്രിമിനൽ ആക്ട്. വി വിൽ ക്യാച്ച് എനിബഡി ഹൂ ഈസ് ഇൻഡൾജിങ് ഇൻ ക്രിമിനൽ ആക്ട്. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. ഈ കാര്യത്ത് RSS പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പ്രധാന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തതായും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവർ ആരായാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ BJP ഓഫീസ് ആക്രമണം, കോടിയേരിയുടെ വീട് ആക്രമിച്ചത് തുടങ്ങിയ സംഭവങ്ങളിലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഈ നിലപാടിലാണ് ഫോണിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. അതേസമയം ശ്രീകാര്യം കൊലപാതകത്തിൽ രാഷ്ട്രീയ സ്വഭാവമില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് തന്നെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഭവത്തിൽ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിൽ ജനം വലയുന്നു. ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ ദുരിതത്തിലായി. ആലപ്പുഴയിൽ ഉത്തരേന്ത്യക്കാരടക്കം പീപ്പിൾ TVയോട് പറഞ്ഞത് ഇങ്ങനെ. അവധി ദിനം ആഘോഷിക്കാൻ ആലപ്പുഴയിലെത്തിയ വിനോദസഞ്ചാരികളാണ് അർദ്ധരാത്രി പ്രഖ്യാപിച്ച ഹർത്താലിനെ തുടർന്ന് പെരുവഴിയിലായിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും യാത്രാ സൗകര്യവുമില്ലാതെ ഇവർ നടുറോഡിൽ അലയുകയാണ്. BJP-ക്കാർ ഇത് എത്രാമത്തെ ഹർത്താലെന്ന് അവർ തന്നെ സ്വയം കയ്യിൽ എണ്ണിയാൽ പോലും തീരൂല. കൈയും കാലും ഒക്കെ എണ്ണി നോക്കിയാലും തീരൂല. മിനിറ്റ് ഹർത്താൽ വെച്ചാൽ അടിപൊളിയായിരിക്കും ചേട്ടാ, സൂപ്പറാണ്. ഞാൻ നമിച്ച്. पूरे समय से परेशान हो रहे हैं. ये 9:30-10 बज रहा है, बच्चों ने कुछ नहीं खाया. जो पास में बिस्किट था सिर्फ वही खिलाया है. बाहर पूरा बंद है. आने के लिए ऑटो नहीं था, ऑटो पैदल आए हैं यहाँ तक. अभी रेलवे स्टेशन जाना है, कुछ भी नहीं है, ऑटो है ना, बस मिल ही नहीं रहा कुछ भी. முடிச்சுட்டு வந்துட்டோம். எங்களுக்கு தெரியாது, இப்பதான் தெரியும் காலையில ஸ்ட்ரைக்குன்னு. വിദേശീയരടക്കം 10,000-കണക്കിന് വരുന്ന വിനോദസഞ്ചാരികളാണ് ഹർത്താലിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നത്. ഇവർക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന വാഹനത്തിൽ ആവശ്യത്തിന് ഇന്ധനം കൂടി ഇല്ലാതായതോടെ യാത്രയും മുടങ്ങി. ഇതിനിടയിൽ സിവിൽ സപ്ലൈസിന്റെ പമ്പ് പോലീസിനെ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും ഹർത്താൽ അനുകൂലികൾ പമ്പിന് മുന്നിൽ തടിച്ചുകൂടിയതോടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പെട്രോൾ പമ്പ് അടപ്പിച്ചു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കാനം രാജേന്ദ്രൻ. BJP കേരള ജനതയെ ശത്രുക്കളായാണ് കാണുന്നതെന്നും കാനം പറഞ്ഞു. സമാധാന ഭഞ്ജനമുണ്ടാക്കി ക്രമസമാധാനവും നിയമവാഴ്ചയും എല്ലാം കേരളത്തിൽ അപകടത്തിലായിരിക്കുന്നു എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ശത്രുക്കളായി കാണുന്നവരല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അതോ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച കേന്ദ്ര ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ശത്രുക്കളായിട്ടാണോ കാണുന്നത്? സംസ്ഥാനത്തെ അക്രമം തടയുന്നതിൽ പോലീസ് പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂരിന്റെ ആവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം പിടിയിലായ പ്രതിക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് MM ഹസൻ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അക്രമങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ പോലീസ് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ ഫലപ്രദമായി നേരിടുവാനും അത് BJP-ക്കാർ കുറ്റം ചെയ്താലും CPM-കാർ കുറ്റം ചെയ്താലും രണ്ടുപേരുടെ പേരിലും നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇന്റലിജൻസ് സംവിധാനം ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാന നിലനിർത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു പരാജയമാണ് എന്നുള്ളതാണ്
മെഡിക്കൽ കോഡ് വിവാദത്തിൽ RS വിനോദിന്റെ സ്ഥിരീകരണം. സതീഷ് നായർക്ക് 25 ലക്ഷം രൂപ വാങ്ങി നൽകിയെന്ന് RS വിനോദ്. പ്രാഥമിക അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംഘത്തിന് മുന്നിലാണ് RS വിനോദിന്റെ മൊഴി. BJP നേതാക്കൾക്കെതിരായ മെഡിക്കൽ കോഡ് ആരോപണം സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് വിജിലൻസിന് കിട്ടിയത്. പണമിടപാട് നടന്നതായി പ്രാഥമിക അന്വേഷണം നടക്കുന്ന വിജിലൻസിന് മുമ്പാകെ BJP സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദ് സമ്മതിച്ചു. കൺസൾട്ടൻസി ഫീസായി 25 ലക്ഷം രൂപ വർക്കല SR മെഡിക്കൽ കോളേജ് ഉടമ R ഷാജിയിൽ നിന്ന് വാങ്ങി ദില്ലിയിലെ സതീഷ് നായർക്ക് കൈമാറിയെന്നാണ് മൊഴി. തന്റെ ബാങ്കിൽ അക്കൗണ്ടുള്ള രാജേഷ് എന്നയാൾ മുഖേനയാണ് സതീഷ് നായരെ പരിചയം. മെഡിക്കൽ കൗൺസിലിന്റെ വാർഷിക ഇൻസ്പെക്ഷന് മുന്നോടിയായാണ് സതീഷ് നായർക്ക് തുക വാങ്ങി നൽകിയതെന്നും മൊഴിയിൽ പറയുന്നു. പണം നൽകിയതായി കോളേജ് ഉടമ SR ഷാജിയും വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം BJP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശനും AK നസീറും വിജിലൻസിനു മുന്നിൽ ഹാജരായില്ല. ഒരാഴ്ച കൂടി സമയം വേണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംവിധായകൻ ജീൻ പോൾ ലാൽ ഹണിബി 2 എന്ന ചിത്രത്തിൽ അനുമതിയില്ലാതെ ഡബിൾ ഉപയോഗിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചിത്രത്തിന്റെ CD പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എറണാകുളം പനങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹണിബി 2 എന്ന ചിത്രത്തിന്റെ CD പരിശോധിച്ചത്. അനുമതിയില്ലാതെ ബോഡി ഡബിൾ ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ വ്യക്തമായി. ബോഡി ഡബിൾ ഉപയോഗിച്ചതിന്റെ സാഹചര്യം സംബന്ധിച്ച് പ്രതികളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ചിത്രത്തിന്റെ സെൻസർ ചെയ്യാത്ത കോപ്പി ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിത്രത്തിന്റെ മേക്കപ്പ് മാനെയും പോലീസ് ചോദ്യം ചെയ്തു. ചിത്രീകരണ വേളയിൽ സെറ്റിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇത് സംബന്ധിച്ച് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും പോലീസ് കൂടുതൽ മൊഴിയെടുക്കും. നടി നൽകിയ പരാതിയിൽ ജീൻ പോൾ, നടൻ ശ്രീനാഥ് ഭാസി, സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവരാണ് പ്രതികൾ. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും നടി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. 2016 നവംബർ 16 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കാവ്യ മാധവന്റെ സുഹൃത്തുക്കളടക്കം സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേരെയും ഇന്ന് ചോദ്യം ചെയ്യും. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് പോലീസ് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കാനാകുമോ എന്ന് നാളെ അറിയാം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അനുകൂല മറുപടി നൽകിയാൽ ചിത്രയ്ക്ക് ലണ്ടൻ ടിക്കറ്റ് നൽകുമെന്നാണ് ഫെഡറേഷന്റെ നിലപാട്. അതേസമയം ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ മടിച്ച ഫെഡറേഷൻ സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗിന് അവസരം നൽകി. ആദ്യം യോഗ്യതയില്ലെന്നും ഒടുവിൽ സമയപരിധി കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് PU ചിത്രയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മടിച്ചത്. ലോക ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ എൻട്രി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചുവെന്നും വൈകി അയക്കുന്ന എൻട്രി ഇനി രാജ്യാന്തര ഫെഡറേഷൻ സ്വീകരിക്കില്ലെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ ടീമിൽ നിന്ന് തഴയപ്പെട്ട സ്റ്റിപ്പിൾ തേസ് താരം സുധാ സിംഗിന് സമയപരിധി അവസാനിച്ചതിന് ശേഷവും ദേശീയ ഫെഡറേഷൻ ലോക മീറ്റിന് അവസരം നൽകിയിരുന്നു. ഒഡീഷ താരം ദുതി ചന്ദിനെ കൂടാതെയാണ് ചിത്രയ്ക്ക് മാത്രം അവസരം നൽകാൻ മടിച്ച് സുധാ സിംഗിന് കൂടി വൈൽഡ് കാർഡ് എൻട്രി നൽകിയത്. സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാതിരുന്ന സുധയെ അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ സ്വർണമായിരുന്നു സുധാ സിംഗിന്റെ യോഗ്യതയായി ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഏഷ്യൻ വൻകരയിൽ സ്വർണം നേടിയ PU ചിത്രയ്ക്ക് മാത്രം എൻട്രി നൽകാൻ മടിച്ചതാണ് ഫെഡറേഷന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം വൈകിയാണെങ്കിലും ദേശീയ ഫെഡറേഷൻ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഔദ്യോഗിക മെയിലിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മറുപടി ലഭിച്ചാൽ ലണ്ടൻ ടിക്കറ്റ് ചിത്രയ്ക്ക് നൽകുമെന്നുമാണ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നിലപാട്. ഓഗസ്റ്റ് 4 PU ചിത്രയുടെ 1500 മീറ്റർ മത്സരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ DGP TP സെൻകുമാറിനെതിരെ വീണ്ടും വിജിലൻസിൽ പരാതി. TP സെൻകുമാർ വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പരാതിയിന്മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിലും മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചതിലും നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് TP സെൻകുമാർ. ഒന്നിനു പുറകെ ഒന്നായി മുൻ പോലീസ് മേധാവി TP സെൻകുമാർ നിയമക്കുരുക്കുകളിൽ അകപ്പെടുകയാണ്. വ്യാജരേഖ ചമച്ച് സർക്കാരിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയെന്ന പുതിയ പരാതിയിൽ ഇപ്പോൾ സെൻകുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. DGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യത്തിൽ അന്ന് കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആയി നിയമനം ലഭിച്ചിട്ടും സെൻകുമാർ ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല. സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട 8 മാസം വരെ TP സെൻകുമാർ അവധിയിലായിരുന്നു.
എന്നാൽ 8 മാസം വരെ മെഡിക്കൽ അവധിയിലായിരുന്നുവെന്ന നിലയിൽ വ്യാജരേഖയുണ്ടാക്കി സർക്കാരിൽ നിന്ന് 8 ലക്ഷം രൂപ അനധികൃതമായി നേടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ AJ സുക്കാർണോയാണ് വിഷയം ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകിയത്. ഇടത് സർക്കാർ അധികാരത്തിലെത്തി DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റിയ ശേഷം ജൂൺ മാസത്തിൽ സെൻകുമാർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയിൽ വ്യക്തിപരമായ കാരണങ്ങൾക്ക് പകുതി ശമ്പളത്തിൽ അവധി അനുവദിക്കണമെന്നതായിരുന്നു. അതേസമയം അവധി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ചികിത്സയിലായിരുന്നു താനെന്നാണ് സെൻകുമാർ രേഖകൾ ഹാജരാക്കിയത്. എന്നാൽ ഇത് വ്യാജരേഖയാണെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സെൻകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. പരാതിയിന്മേൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസ് ഡിവൈഎസ്പി ബിജിമോനാണ് അന്വേഷണ ചുമതല. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിലും മതസ്പർദ്ധ വളർത്തും വിധം പ്രസംഗിച്ചതിലും നിലവിൽ 2 വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് TP സെൻകുമാർ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത 100 കണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. വിജയരാഘവൻ, TR അജയൻ, അഡ്വക്കേറ്റ് MM മോനായി, VK മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, AK മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ M. വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. S. ജീവൻകുമാർ, തിരുവനന്തപുരം.